കുടിയേറ്റം, സമ്പദ്‌വ്യവസ്ഥ, ഉക്രൈൻ യുദ്ധം, വിദേശനയം, അന്താരാഷ്ട്ര വ്യാപാരം തുടങ്ങിയ പലവിധ മേഖലകളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20-ന് രണ്ടാമതും അധികാരത്തിലെത്തുന്നു. ഇലക്ഷൻ പ്രചരണ സമയത്ത് അദ്ദേഹം നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ നടപടികൾ ഇന്ത്യയ്ക്ക് ഗുണമാണോ ദോഷമാണോ സൃഷ്ടിക്കുന്നത് എന്ന കാര്യവും പരിശോധിക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം നമുക്ക് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്ത പുതിയ കുടിയേറ്റ നിയമത്തെപ്പറ്റി പരിശോധിക്കാം. US ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്ത, വ്യക്തമായ രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ കൂട്ടനാടുകടത്തലാണ് ട്രംപ് വാഗ്ദാനം ചെയ്ത ആദ്യത്തെ കാര്യം. അമേരിക്കയുടെ തെക്കൻ ഭാഗത്തുള്ള മെക്സിക്കോ അതിർത്തിയിൽ ട്രംപ് ആദ്യത്തെ പ്രസിഡന്റായിരിക്കുമ്പോൾ നിർമ്മാണം ആരംഭിച്ച മതിൽ പണി പൂർത്തിയാക്കാനുള്ള തീരുമാനങ്ങളുമായി മുമ്പോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര നാടുകടത്തൽ ഓപ്പറേഷൻ ഏറ്റെടുക്കാൻ ഉടൻ തന്നെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് നിർദ്ദേശം നൽകുമെന്നും ട്രംപ് പറഞ്ഞു. അതുകൂടാതെ നിയമപരമായി താമസിക്കുന്ന അമേരിക്കൻ വിരുദ്ധ, യഹൂദ വിരുദ്ധ വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാർത്ഥികൾ, മറ്റാളുകൾ എന്നിവരുടെ വിസകൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. US മെക്സിക്കോ അതിർത്തി സുരക്ഷിതമാക്കാനുള്ള ശ്രമത്തിൽ നിലവിൽ വിദേശത്ത് നിലയുറപ്പിച്ച ആയിരക്കണക്കിന് സൈനികരെയും FBI-യിലുള്ളവരെയും മറ്റു ഫോഴ്സിലുള്ളവരെയും സംയോജിപ്പിച്ച് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിലേക്ക് തൽക്കാലം മാറ്റുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലപാടുള്ള 7 രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള യാത്രാനിരോധനം തൻ്റെ ആദ്യ ടീമിലെ പോലെ വീണ്ടും ഏർപ്പെടുത്താൻ ട്രംപ് ലക്ഷ്യമിടുന്നു. കൂടാതെ ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള അമേരിക്കൻ വിസകൾക്കും പ്രത്യയശാസ്ത്രപരമായ പരിശോധനകൾ നടത്താനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതായത് പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ ലക്ഷ്യം അപകടകരമായ ആളുകൾ, വിദ്വേഷികൾ, മതഭ്രാന്തന്മാർ, ഉന്മാദികൾ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ വിശദമായ പരിശോധനകൾ നടപ്പിലാക്കും. കുടിയേറ്റക്കാരെ തടയാൻ 14-ാം ഭേദഗതിയുടെ നിയമപരമായി പരിശോധിക്കപ്പെടാത്ത വ്യാഖ്യാനം ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഉപയോഗിച്ച് ജന്മാവകാശ പൗരത്വം എന്ന കാര്യം എടുത്തുകളയും. കൂടാതെ നിയമവിരുദ്ധമായി US-ൽ കഴിയുന്നവരുടെ കുട്ടികൾക്ക് ചില മാനദണ്ഡങ്ങൾ പ്രകാരം സ്വയമേവ പൗരത്വം നൽകുന്നതിൽ നിന്നും ഫെഡറൽ ഏജൻസികളെ വളരെ കർശനമായി തടയും. എന്തായാലും കുടിയേറ്റക്കാർക്ക് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ മോശമായ അവസ്ഥയാണ് സംഭവിക്കാൻ പോകുന്നത്. കൂടാതെ പുതിയ അമേരിക്കൻ വിസകൾക്കുള്ള പരിശോധനകളും വളരെ കർശനമായ വ്യവസ്ഥകൾ പാലിച്ചു മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ഡീപ് സ്റ്റേറ്റ് നിയമത്തിലൂടെ 10,000-കണക്കിന് കരിയർ ജീവനക്കാരുടെ സിവിൽ സർവീസ് സംരക്ഷണം ഇല്ലാതാക്കാൻ ട്രംപ് ശ്രമിക്കും. ഷെഡ്യൂൾ F എന്നറിയപ്പെടുന്ന 2020-ലെ എക്സിക്യൂട്ടീവ് ഓർഡർ വീണ്ടും പുറപ്പെടുവിച്ചുകൊണ്ട് ട്രംപ് അത് നിറവേറ്റാൻ ശ്രമിക്കും. ഈ നിയമപ്രകാരം അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയെ ആയുധമാക്കിയ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അമേരിക്കൻ ദേശീയ സുരക്ഷയിലും രഹസ്യാന്വേഷണ വിഭാഗത്തിലും FBI-യിലുമുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രത്യേകം തരംതിരിക്കും. ശരിക്കും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നീക്കം തന്നെ മുൻകാലങ്ങളിൽ ദ്രോഹിച്ചവരോടും പല രീതിയിൽ കേസുകളെടുത്ത് ബുദ്ധിമുട്ടിച്ചവരോടുമുള്ള ഒരു പ്രതികാര നടപടി കൂടിയാണ്. തനിക്കെതിരെ കേസുകളെടുത്ത FBI-യോടും തനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ പിന്തുടരുന്ന ഫെഡറൽ പ്രോസിക്യൂട്ടർമാരോടും മറ്റുദ്യോഗസ്ഥരോടുമുള്ള ട്രംപിൻ്റെ ദേഷ്യം കണക്കിലെടുത്ത് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളോടും പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട ആളുകളോടുമുള്ള പ്രതികാരത്തിന് ട്രംപ് ലക്ഷ്യമിടുന്നു. കൂടാതെ തനിക്കെതിരെ മുൻകാലങ്ങളിൽ ക്രിമിനൽ കേസെടുത്തവരെയും തൻ്റെ നേർക്കുള്ള വെടിവയ്പ് സംഭവത്തിൽ വീഴ്ച വരുത്തിയവരെയും പിന്നെ തന്നെപ്പറ്റിയുള്ള ഒഫീഷ്യൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥരെയും അടിച്ചമർത്താൻ ഡൊണാൾഡ് ട്രംപ് ഈ നിയമത്തിലൂടെ ശ്രമിക്കും. കൂടാതെ തനിക്കെതിരെ മുൻപ് നിലപാടെടുത്ത മാധ്യമങ്ങളെ അടിച്ചമർത്താനും ട്രംപ് ഈ അവസരം ഉപയോഗിക്കും എന്നതിൽ സംശയമില്ല. ഒട്ടുമിക്ക വിദേശ ചരക്കുകൾക്കും 10% അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അജണ്ടയുടെ മുഖ്യ ലക്ഷ്യം ചൈനയെ കേന്ദ്രീകരിച്ചാണ്. ഇലക്ട്രോണിക്സ്, സ്റ്റീൽ, ഫാർമസ്യൂട്ടിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ചൈനീസ് വസ്തുക്കളുടെ ഇറക്കുമതി ഘട്ടം ഘട്ടമായി നിർത്താൻ ഒരു 4 വർഷ പദ്ധതിയാണ് ട്രംപ് മുമ്പോട്ട് വയ്ക്കുന്നത്. സാങ്കേതികവിദ്യ, കൃഷി തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന US അടിസ്ഥാന സൗകര്യങ്ങൾ സ്വന്തമാക്കുന്നതിൽ നിന്നും ചൈനീസ് കമ്പനികളെ നിരോധിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നു.
എന്തായാലും ചൈനീസ് കമ്പനികളുടെ പത്തിക്ക് തന്നെ അടികിട്ടുന്ന ഈ തീരുമാനം ചൈനീസ് കമ്പനികളെ എക്കണോമിക്കലി തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണ്. താൻ അധികാരമേറ്റതിന് ശേഷം അധികം വൈകാതെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇടപെടുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈനെ പിന്തുണയ്ക്കാനായി ജോ ബൈഡൻ ഭരണകൂടം ഇതുവരെ ചെലവഴിച്ച മില്യൺ കണക്കിനുള്ള ഡോളറിനെപ്പറ്റി ട്രംപ് വിമർശനമുന്നയിച്ചു. കൂടാതെ 3 വർഷം മുൻപ് ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനു വേണ്ടി അമേരിക്ക ചെലവഴിച്ച സമ്പത്ത് അമേരിക്കയ്ക്ക് ഷെയർ ചെയ്ത് തിരിച്ചു തരാൻ ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ സഖ്യകക്ഷികളായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഉക്രൈന് നൽകി വരുന്ന അമേരിക്കൻ സഹായം ട്രംപ് അധികാരമേൽക്കുന്നതോടെ നിർത്തലാക്കും എന്നതാണ്. ഈ നടപടി സാമ്പത്തികമായി ദുർബലമായി തീർന്ന ഉക്രൈനെ വീണ്ടും ദുർബലമാക്കും എന്ന് തീർച്ചയാണ്. കൂടാതെ നാളിതുവരെ ഉക്രൈനു വേണ്ടി ചെലവഴിച്ച സമ്പത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ഷെയർ ചെയ്ത് അമേരിക്കയ്ക്ക് തിരിച്ചു നൽകണമെന്ന നിർദ്ദേശം യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിൽ അസ്വാരസ്യമുണ്ടാക്കുമെന്നത് തീർച്ചയാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ തീരുമാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ധൈര്യപ്പെടുത്തുമെന്നും റഷ്യയ്ക്ക് സഹായകരമായി തീരുമെന്നും ഇപ്പോൾ തന്നെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഈ തീരുമാനങ്ങൾ വഴി ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വെടിനിർത്തൽ ശ്രമങ്ങളിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മുന്നോട്ട് വെച്ച നാറ്റോ അംഗത്വം താൽക്കാലികമായി മരവിപ്പിക്കാനാണ് സാധ്യത. കൂടാതെ 2020 ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ ഭാഗങ്ങളിൽ നിന്നും പിന്മാറാനുള്ള നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടാകണം ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അവസാനം ഒരു പ്രസ്താവന നടത്തിയത്. അതായത് റഷ്യ പിടിച്ചെടുത്ത ഭാഗങ്ങൾ റഷ്യയോട് എടുത്തുകൊള്ളാനും തങ്ങൾക്ക് നാറ്റോ അംഗത്വം മാത്രം മതി എന്നുമായിരുന്നു സെലൻസ്കിയുടെ പ്രസ്താവന. എന്നാൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വെടിനിർത്തൽ ശ്രമങ്ങളിൽ ഉക്രൈന് നാറ്റോ അംഗത്വം പോലും കിട്ടാൻ സാധ്യതയില്ല എന്നു മാത്രമല്ല, സ്വന്തം ഭൂവിഭാഗം പോലും നഷ്ടപ്പെടാൻ പോവുകയാണ്. കൂടാതെ ആരുടെയും സഹായമില്ലാതെ ഉക്രൈൻ്റെ നിലനിൽപ്പ് പരിങ്ങലിലാവുകയും ചെയ്യും. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നയം ഇങ്ങനെയാണെങ്കിലും ഇസ്രായേൽ യുദ്ധത്തിൽ ട്രംപിൻ്റെ നയം നേരെ തിരിച്ചാണ്. അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി ഗ്രൂപ്പുകളെ നശിപ്പിക്കാനുള്ള ഇസ്രായേൽ ശ്രമങ്ങളെ ട്രംപ് പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ട്രംപ് ഭരണമേൽക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഏത് നടപടികൾക്കും ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡൻ നൽകുന്നതിനേക്കാൾ വർദ്ധിച്ച പിന്തുണ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. ഒരിടത്ത് യുദ്ധം തീരുമ്പോൾ മറ്റൊരിടത്ത് കടുത്ത ആക്രമണങ്ങൾ നടക്കുമെന്ന് തീർച്ചയാണ്. ജനന സമയത്ത് നിശ്ചയിച്ചിരിക്കുന്ന ആണ് അല്ലെങ്കിൽ പെണ്ണ് എന്നീ 2 കാറ്റഗറീസ് മാത്രമേ അമേരിക്ക അംഗീകരിക്കൂ എന്നും ട്രാൻസ്ജെൻഡർ എന്നൊരു വിഭാഗം ഒഴിവാക്കുമെന്നും അതിനുവേണ്ടിയുള്ള ഒരു ബിൽ പാർലമെൻറ്റിൽ പാസാക്കാൻ ആവശ്യപ്പെടുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ലിംഗഭേദം സ്ഥിരീകരിക്കുന്ന തൻ്റെ നടപടിയുടെ ഭാഗമായി ട്രാൻസ്ഫ്യൂഷൻ ഹോർമോണുകളും ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്ന ആശുപത്രികളും ആരോഗ്യ പരിരക്ഷാ ദാതാക്കളും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. 50 സംസ്ഥാനങ്ങളിലും പ്രായപൂർത്തിയായ ട്രാൻസ്ജെൻഡറിന് ലിംഗമാറ്റത്തിനുള്ള ഹോർമോൺ ചികിത്സ അല്ലെങ്കിൽ ശസ്ത്രക്രിയ നിരോധിക്കാൻ ട്രംപ് നിയമം കൊണ്ടുവരും. ലോകത്തിലെ ഏതൊരു രാജ്യത്തെക്കാളും ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൈദ്യുതിയും ഊർജവും അമേരിക്കയിൽ ഉണ്ടാക്കും എന്നതാണ് ട്രംപിൻ്റെ അടുത്ത ലക്ഷ്യം. ഡ്രിൽ ബേബി ഡ്രിൽ എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ പൊതുസ്ഥലങ്ങളിൽ ക്രൂഡ് മൈനിങ് വേഗത്തിലാക്കാനും എണ്ണ, വാതകം, കൽക്കരി ഉൽപ്പാദകർക്ക് നികുതിയിളവ് നൽകുവാനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. 2030 US-ൽ വിൽക്കുന്ന കാറുകളിൽ 50% ഇലക്ട്രിക് കാറുകളായിരിക്കണമെന്നും അതിന് ക്രമീകരണങ്ങൾ നടപ്പിലാക്കാനും വൈദ്യുത കാറുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജോ ബൈഡൻ ഭരണകൂടം കൊണ്ടുവന്ന നിർദ്ദേശങ്ങൾ ട്രംപ് പിൻവലിക്കും. അക്രമം നേരിടുന്ന ചിക്കാഗോ പോലുള്ള നഗരങ്ങളിലേക്ക് സുരക്ഷയ്ക്കായി കൂടുതൽ നാഷണൽ ഗാർഡ്സിനെ അയക്കാൻ ട്രംപ് ശ്രമിക്കും. ചില കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷാപരിധി വർദ്ധിപ്പിക്കും. മോഷണം നടത്തുകയും കടകളും വീടുകളും കൊള്ളയടിക്കുകയും ചെയ്യുന്നവരെ വെടിവയ്ക്കാൻ ലോക്കൽ പോലീസിന് അധികാരം നൽകും. മയക്കുമരുന്ന് കടത്തുന്നവർക്കും സ്ത്രീകളെയും കുട്ടികളെയും കടത്തുന്നവർക്കും വധശിക്ഷ നൽകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിയമം കൊണ്ടുവരും. ശ്രീ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ കാര്യങ്ങളിൽ ചിലത് നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിലും ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ട്രംപ് ഇലക്ഷനിൽ വിജയിച്ചത്. ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ നിശ്ചയമായും നടപ്പാക്കുക തന്നെ ചെയ്യും. അതിന് ഒന്നാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും അധികാരത്തിൽ വന്ന ശേഷം നടപ്പിലാക്കിയ ആളാണ് ശ്രീ ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം ആദ്യത്തെ ടേം പോലെ വളരെ ഊഷ്മളമാകാനാണ് സാധ്യത.
ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കർശനമായ പുതിയ വിദേശ നയങ്ങളിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കാനാണ് കൂടുതൽ സാധ്യത. കൂടാതെ അന്യരാജ്യങ്ങളുമായി നടത്തുന്ന വ്യാപാരങ്ങളിൽ ഏർപ്പെടുത്താനിരിക്കുന്ന 10% അധിക തീരുവയിൽ നിന്നും ഇന്ത്യയെ ഒഴിവാക്കും. ഒന്നാം ട്രംപ് ഗവൺമെൻറ്റിന് ഇന്ത്യയോടുള്ള സമീപനം എങ്ങനെയായിരുന്നോ അതിനേക്കാൾ ഈ പ്രാവശ്യം ബന്ധം കൂടുതൽ ദൃഢമാകാനാണ് സാധ്യത.